ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിറ്റം തൂത്ത് കഴിഞ്ഞോ അമ്മേ? ആണോ? മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്തപ്പോഴത്തേനും പുല്ലങ്ങ് ആർത്ത് കിടക്കാൻ തുടങ്ങി. മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് പറിച്ചാൽ പോരും അല്ലേ? മഴയില്ലെങ്കിൽ പറിക്കുകയല്ലേ, അതുകൊണ്ട് മഴയായതുകൊണ്ട് നല്ലപോലെ പറിച്ചെടുക്കാം. തന്നെയല്ല, രാവിലെ ആണെങ്കിലേ വല്ലതും നടക്കും. ഉച്ച കഴിയുമ്പോൾ വെയിലുമാകും. കാപ്പി കുടിച്ചാൽ പിന്നെ ഈ കുഞ്ഞു നിന്നുള്ള പറിക്കൊന്നും പറ്റില്ല. രാവിലെ ഒരു എക്സസൈസും ആവും. രാവിലെ എന്നെ കൊണ്ടൊന്നും എക്സർസൈസ് ചെയ്യിക്കാണ്ടിരുന്നു. രാവിലെ ഇങ്ങോട്ട് വന്ന് ഇരുന്ന് പറിച്ച് എല്ലാത്തിനും കൂടെ വിളിച്ചോണ്ട് വരാം. അയ്യോ വരും. ഇപ്പം എല്ലാവരും മിറ്റത്തെക്കാട് പറിക്കാൻ ആർക്കും കിട്ടിയല്ല. ഞാൻ പിന്നെ വേണേ പറിച്ചു. ഇതിനകത്തോടല്ലേ ഈ കൂട്ടി ഇട്ടേക്കുന്ന നമ്മൾ പറിച്ചു വെച്ചേക്കുന്നതല്ലേ? പിന്നില്ലാതെ ഇത് ഇന്ന് പറിച്ചതാ. ഇത്രയോ ഈ കിടക്കുന്ന മൊത്തം അങ്ങേറ്റം വരെ എന്നും പറിച്ചത്. അവിടെ എല്ലാം പറിച്ച് കൂട്ടിയിട്ടുണ്ടാകും. എനിക്ക് ഇടയ്ക്കിടല്ല അതുപോലെ എല്ലാം ഇന്ന് പറിച്ചതാണ്. ഇതിനകത്ത് വലുതായി വരുന്നതാണോ പറിച്ചുകൊണ്ട് വരുന്നത്? ഓരോ സൈഡിൽ തൊട്ട് കൈ കിട്ടാവുന്നതെല്ലാം ഇന്ന് പറിക്കും. തീരെ ചെറുത് അവിടെ നിർത്തും, അത് വളർന്നു വരുമ്പോൾ പറിക്കും അല്ലേ? കൈ കിട്ടുകയല്ലാത്തത്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇത് മരുന്നടിച്ച് കളഞ്ഞാലും വേറെ അവിടെ കിടക്കും. പറിച്ച് കളയുവാണെങ്കിൽ പിന്നെ കുറേ കൂടെ താമസിച്ചേക്ക് എളുപ്പമുള്ളൂ. പറിക്കാൻ നല്ല സുഖമായിരിക്കും. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറിച്ചു പോകും. അത് ശരിയാ. എനിക്കിഷ്ടമാണ് പറമ്പിലെ പണിയും കാട് പറിക്കുകയൊക്കെ. അത് ചെറുപ്പം പോലെ ശീലിച്ചോണ്ടാ. ഇപ്പം പിള്ളേർക്ക് കയ്യാൻ മണ്ണ് പറ്റിക്കാൻ ഇഷ്ടമല്ല. പിള്ളേരൊക്കെ പതുക്കെ മണ്ണിനകത്ത് ഇറങ്ങിക്കോളും. വേണേ ഇറങ്ങും. രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കണോ? എല്ലാ ദിവസവും ഒഴിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഒഴിക്കുന്നില്ല, ഒന്നരാടൻ ഇടയ്ക്കിടയ്ക്ക്. അമ്മ പറഞ്ഞതേ, ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ അമ്മ മിറ്റം തൂത്ത് കഴിഞ്ഞ് വെച്ച് പുറകെ ഇനിയും കുറേ തൂക്കാനുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന കാടെല്ലാം പറിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ് പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാമെന്ന്. അമ്മ പറഞ്ഞ് ഇപ്പോൾ വരും, എല്ലാവരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. ഉറക്കം എഴുന്നേറ്റില്ല. പുല്ല് വലുതായതുകൊണ്ട് എളുപ്പമായി പറിക്കാൻ. മഴ പെയ്ത് നിൽക്കുന്നുണ്ടേ. എടാ എണീറ്റടാ. അച്ചമ്മച്ചി അവിടെ ഇരുന്ന് ഉള്ള കാടെല്ലാം പറിച്ചിട്ട് നീ ഒന്നും ചെല്ലുകാരെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് വാ. രാവിലെ ചെന്നില്ലെങ്കിൽ ചിലപ്പം കിട്ടും. മര്യാദയ്ക്ക് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടോ. എന്തേരം തൂത്താലും പൊടി എപ്പോഴും കാണും അല്ലേ? ഇതാണ് ഇത്ര അകത്തോട്ട് കയറിയ വീടിരിക്കുന്നത്, എന്നാലും പൊടിയുണ്ടല്ലേ? എവിടെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. പൊടിയുണ്ട് എന്നാണേലും. അല്ല, ജനൽ തുറന്നിട്ടാൽ ഈ ഇത്രയും മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ മാറിയിരിക്കുന്നിടത്ത് അധികം പൊടി വരണ്ടല്ലോ. വേറെ പണിയൊന്നും തൂക്കാനായിട്ടുള്ള പണിയായിരിക്കും. അമ്മാര് വന്നോ? ഞാൻ എണ്ണത്തിന് അങ്ങ് പറഞ്ഞു വിട്ടായിരുന്നു കാട് പറിക്കാൻ. വന്നില്ലേ? ഇവിടെ 2 ചീനി കുഴിച്ച് വെച്ചത്, അതെല്ലാം മരച്ച് നിൽക്കുവന്നു. വളം കുറവായിരിക്കും, എടുത്തിട്ട മണ്ണല്ലേ. ഒരുത്തം കയറി വരുന്നുണ്ട്. അതിനെന്താ അങ്ങോട്ട് പോയേ? പുറകിൽ നിന്ന് വന്ന് പേടിപ്പിക്കാൻ. അയ്യോ, നിനക്കറിയത്തില്ലേ എനിക്ക് പേടിയൊന്നും ഇല്ലാത്തയാളാന്ന്. എനിക്കാകെ പേടിയുണ്ടായിരുന്ന നിന്നെയായിരുന്നു. എടുത്തോണ്ട് പോകണത് അവിടുന്ന് ഇത് ഈ ചാക്കയിലോട്ട് ഇട്ടാൽ മതി. അയ്യോ ഏടി ഇങ്ങോട്ട് കിട്ടുക പിടി. ഇങ്ങോട്ട് തിരിയടാ. ഇവിടെ പോയി പറയാം, അച്ചമ്മച്ചി പറയാം ചുമന്നുകൊണ്ട് പോകാനുള്ള. അതേ കൂടുതൽ കണ്ടുപോകാൻ ഇതേപോലെ കൊടുക്കണ്ട. നമുക്കിത് അങ്ങോട്ട് കുടങ്ങിടാം. പിടി ചായച്ചേ. നല്ല ഐഡിയ ആണല്ലോ. അതോ ആ ചാക്കിനകത്ത് ഇഞ്ചിന്നവൻ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടേ നമുക്ക് കുറച്ച്
ഇഞ്ചി കഴിഞ്ഞ വർഷം ഇഞ്ചി നട്ടുകൊണ്ട് ഇഷ്ടം പോലെ ഇഞ്ചിയില്ല, ഇപ്പോഴും ഇഞ്ചി ഇരിക്കുക നമുക്കുള്ളത്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി എല്ലാം ഇരിപ്പുണ്ട്. എന്നേതായാലും അതും വെച്ചല്ല തൂമ്പ വെച്ച് ചായച്ച് പിടിച്ചിട്ട് അതിനകത്തോട്ട് കോരി ഇടണ്ട, എന്നിട്ട് തോണ്ടി കയറ്റിയാൽ മതി. അങ്ങോട്ട് കയറ്റി കൊട്ട, എന്നിട്ട് അവിടെ കിടക്കുന്ന ഇങ്ങോട്ട് തോണ്ടി കയറ്റി. അപ്പം നോക്കണം കൂട്. കൊള്ളാം, നല്ല ഐഡിയ. മറിക്ക ശരിയാകുന്നില്ല. മതി, അത് പോരാ. നീ വേണോ? അതെത്രയാക്കിനെത്രയുണ്ട്? 3 എണ്ണത്തിന് അതുപോലും ഇടാനായില്ല. ഒരു കല്യാണ സദ്യ കഴിഞ്ഞിട്ട് വരുന്ന പോലെ മടിത്തട്ട് വരുന്ന കണ്ടോ. പോപ്പി എന്നാ നട്ടു വെച്ചാലുവേ നല്ല പോലെ ഉണ്ടാകും. ചേട്ടാച്ചൻ വെച്ചല്ലോ. പോപ്പി എന്നാ നട്ടാലും നല്ല പോലെ ഉണ്ടാകും. അതുകൊണ്ട് ആ ചീനി നിറച്ച് കായായി. അതിന്റെ ചുവട്ടിലോട്ട് ഞാൻ വല്ലതൊക്കെ ഇട്ടിട്ട്. അതെ, അതൊക്കെ ചുമ്മയാ. ഓരോരുത്തരുടെ കയ്യാ. പുട്ടു പുട്ട് ചെറുപയറ് പപ്പടം. ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ. ഒന്ന് എളുപ്പം നാട്ടെ. ഇത് 6 മണി. അതിന് 8 മണി ആയതേ ഉള്ളൂ. 6 മണിയായപ്പോ ഞാൻ ഇറങ്ങിയതാ മിറ്റം തൂക്കാൻ. 10 മണിയായിട്ട് ഇവിടെ കാപ്പി മതി. പിന്നെ എന്നാ ചെയ്യാൻ? എനിക്കിന്ന് നേരത്തെ വേണം, എനിക്ക് വിശക്കുന്നുണ്ട്. അതിനപ്പം ഇരിപ്പുണ്ട്, ഗ്രീൻ ബീൻസ് കറി ഇരിപ്പുണ്ട്. പരിപാടി ഇത് ഇഞ്ചി കുഴിച്ചു വെക്കാന് ഇല്ലാത്തതായിരുന്നു. അപ്പൊ ഇത് 5-6 കിഴുത്തിട്ട് കൊടുത്തില്ലേലേ പിന്നെ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും. ഇതെല്ലാം തുളച്ച് റെഡിയാക്കുമോ? അപ്പൊ ഇതാകുമ്പം നീ വെള്ളം അടി നിൽക്കുകയില്ല. അവിടെ ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് ഈ പുട്ടുകുറ്റി ഇന്നെങ്ങാനും നിറയുമോ? ഉടനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിടത്ത് ഗ്രോ ബാഗ് നിറയ്ക്കുന്നു, ഒരിടത്ത് പുട്ടുകുറ്റി നിറയ്ക്കുന്നു. അതിനകത്ത് എന്നാ കുഴിച്ച് വെച്ചാലും ഉണ്ടാകും. അതുണ്ടാവും, ഉണ്ടാവും. ചീനി കൊണ്ട് ഒരെണ്ണം അവിടെ നിന്ന് പറിച്ചു കൊണ്ട് വെച്ചതാ, അതുപോലും ഇതേ കായായി. തക്കാളി ഉണ്ടോ നിൽക്കുന്നത്? ഇപ്പം എല്ലാം തക്കാളി പൂ കിട്ടും. അതുകൊണ്ട് ഇതാണ് ചീനി നല്ല കായല്ലേ. ഇനി മുളക് കഴിച്ചു തുടങ്ങി, പൂവായി. അത് പോയ ചീനിയായിരുന്നു. പിന്നെ ഏതായാലും പൊട്ടിക്കെടുത്ത് അതിന് വളമൊക്കെ വെച്ച്. തക്കാളി നല്ല അത്യാവശ്യം നല്ല ആരോഗ്യത്തിൽ വരുന്നുണ്ട് കേട്ടോ. അയ്യോ, നീ കണ്ണ് വെക്കണ്ട നേരെ. ഇത് നിറയ്ക്കാൻ പോകണം. ഇതിനകത്ത് തന്നെ ആദ്യം തന്നെ നിങ്ങൾ എങ്ങനെ നിറയ്ക്കുന്നത്? ഇതിന് ചോട്ടി കിഴുത്തയില്ലായിരുന്നു, അത് കിഴുത്ത ഇട്ടു. ഇനി അതിനകത്തോട്ട് ഒരു 1/4 പാത്രത്തോളം കരികല ഇടും. കരികല ഇഷ്ടം പോലെ ഉണ്ട്. കരികല വാരി ഇതിനകത്തോട്ടങ്ങ് നിറയ്ക്കും. നിറച്ചേച്ച് അതിൻ്റെ മേണ്ടയിൽ ചാണകപ്പൊടിയും മണ്ണും കൂടെ കൂട്ടിയിടും കിട്ടും. അപ്പോൾ സെറ്റായിരിക്കും. അല്ലെങ്കിൽ ഇത് നിറച്ച് മണ്ണിട്ടാൽ പിന്നെ അടിയിലോട്ട് ഇടുമ്പോൾ വളവുമില്ല. പിന്നെ അവിഞ്ഞ ഇത് ഒറ്റ കട്ടയായിട്ടിരിക്കും. ഇത് അടിയിലോട്ട് കരികല ഇടുവാണെങ്കിൽ ആ കരികലയെല്ലാം അവിഞ്ഞ് വളവുമാവും. വേറെ ഇറങ്ങാൻ എളുപ്പമുണ്ട്. അപ്പോൾ മണ്ണും ചാണകപ്പൊടി ഇടന്നിട്ട് ഈ കരികലയുടെ മണ്ണിലോട്ട് അതിന് നടുക്കോട്ട് ഒരു കമ്പിട്ടൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് പറിച്ചു. അപ്പോൾ കൊള്ളാം, അത് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇഞ്ചി നടുവാണെങ്കിൽ ഒരു 2 ഇത്ര നീളമുള്ള 2 കഷ്ണം ഇഞ്ചി എന്ന് വെച്ചാൽ മതി. കഴിഞ്ഞ വർഷം ഇഞ്ചി നട്ടിട്ട് ഇപ്പോഴും ഇരിക്കുക ഇഞ്ചി പറിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോ. എന്നാന്നറിയാവോ, പുട്ടുകുറ്റിയാണോ ഇതാണോ ആദ്യം നിറയുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. പുട്ടുകുറ്റി ഇപ്പം നിറഞ്ഞു കാണും. ഞങ്ങൾ ഓരോ വർഷവും ഒരു 10 കൂടിനകത്ത് നട്ടാൽ ഒരു വർഷത്താണുള്ള ഇഞ്ചി ഉണ്ടാവും. അത് കിട്ടും, വീട്ടാവശ്യത്തിനുണ്ട്. നിറയ്ക്കുവാണോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, തൂത്തുവാരി ഇട്ടേക്കുന്നത് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. ഏലത്തിന് ഇടപെടി തൂത്തുവാരി അങ്ങ് ഇടുമല്ലേ. ഓരോ ദിവസം മിറ്റം തൂക്കുന്ന കരിയില കൂട്ടി കൂട്ടുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സാധനം. ആ കൈയും കൂടെ കൂട്ടുവാണെങ്കിൽ നിറച്ചിങ്ങോട്ട് പോരുകയല്ലേ. ടൗണിലൊക്കെ ഉള്ളവർക്ക് ഈ ഇല കിട്ടാൻ പാടില്ലേ. അവിടെ മുഴുവൻ കെട്ടിടങ്ങളല്ലേ. ടൗണിലുള്ളവർക്ക് ഇല കിട്ടാനില്ല. ഇത് പ്ലാവിൻ്റെ ഇലയും ഇതൊക്കെ ആയതുകൊണ്ട് നല്ല വളമുള്ളതുവാ, ഒടിഞ്ഞോളും നല്ല പോലെ. കുറച്ച് അരി അവനൊന്ന് കൊണ്ട കൊടുത്തിട്ടോ. ഈ സൈഡിലോട്ട് കൈ കൊണ്ട് പൊറുക്കട. ഞാൻ രാവിലെ പറക്കിയിട്ടതാണ്, രാവിലെ വാരി ഇട്ടതും ഇത്. എന്തേ കരികലയായിരുന്നു ഇന്ന്. തൂത്തു നടുവിൻ്റെ ഇടപാട് വന്നു. തലയ്ക്ക ഒടിഞ്ഞു പോയത്. അതുകൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പറഞ്ഞേ.
കാണിച്ചു. കുഞ്ഞി ആ ആകാശത്തോട്ട് നോക്കി അതുകൊണ്ടോ മേഘങ്ങൾ ഓടി ഓടി പോകുന്നുണ്ടോ? കണ്ടോ എങ്ങനെയുണ്ട്? മഴക്കാറുണ്ട് ഈവാരിക്കും. മിക്കവാറും മഴ ഇനിയിപ്പോൾ തകർക്കും. അങ്ങോട്ട് പിടി. ഇത് ചാണകപ്പൊടി. ഇതിൻ്റെ അകത്ത് ഇട്ടാൽ പോരെ? അതിൻ്റെ അകത്ത് കുറച്ച് അതെ, മൊത്തം നിറയ്ക്കാൻ വേണ്ടെങ്കിലേ. ആ ഇത് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന ചാണകപ്പൊടിയല്ലേ? ഇനി ഇവിടെ വന്നേച്ച് ചാണകപ്പൊടി നോക്കിയാൽ കാണും. അപ്പം ഇനി അത് മിക്സ് ചെയ്തു. ഇതെല്ലാം കുഞ്ഞിയുടെ ജോലിയാണ്. എന്നാൽ ഇങ്ങോട്ടിട്ട് മിക്സ് ചെയ്താലോടാ, ഒരു സൈഡിലോട്ട്. ആ അതെ, കുഞ്ഞിക്ക് ഒരു ഉത്സാഹമുള്ളൂ. കുഞ്ഞിയല്ലേ നീത്ത കർഷകൻ, പിന്നെന്നാ കർഷക ശ്രീ അവാർഡ് വാങ്ങിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തേ. ഇവൻ്റെ സ്കൂളുകാരും എല്ലാം കാണുകയാണ് ഇവനെ അവിടുത്തെ ആസ്ഥാന കർഷകനായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് സ്കൂളിൽ പോയി കൃഷി ചെയ്താൽ എന്നാ നല്ലതാ. ഇതന്നെ അമ്മ അടുപ്പി തീ പിടിപ്പിക്കണോ? ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം, അറിയാവോ? നിങ്ങൾ ചെയ്തിട്ട് ശരിയാഞ്ഞുകൊണ്ടല്ല ഞാനിങ്ങ് വന്ന് കയറിയത്. ശരിയാക്കി ചെയ്തോ, എനിക്ക് അത്രയും പണി പറഞ്ഞിരിക്കുന്നു. ബാക്കിയുടെ ചാണകപ്പൊടി ഇടണോ? മതി 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 മതി. നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ ഓക്കെ നിറച്ചോ. ചെറിയക്കടെ ഉറുമ്പ് കാണുന്നു. കരിയിലയും മണ്ണുമായി ചാണകപ്പൊടി മിക്സായി. ഈ ഇഞ്ചി വെച്ച് മുളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസവും പച്ചച്ചാണകം കലക്കി ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് തിന്നാൻ കൊള്ളാവോ? പിന്നെ കൃഷിയുടെ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ചാണകം, മനസ്സിലായോ? അത് ഉണക്കയും വെക്കും, പച്ചയ്ക്ക് ഉപയോഗിക്കും. ഒരെണ്ണം റെഡിയായി, എന്നാ ഒരു ചാക്ക് റെഡിയായിരുന്നു. ആ അത് നടക്കട്ടെ. അതുകൊണ്ട് ഈ മുളക് പറിക്കാറായോ? മൂത്തതാണെങ്കിൽ പറിക്കാം, മൂത്ത് വരുന്നുള്ളൂ. ഇത് കണ്ടോ ഈ മുളക് ഷൂസ് പോലെ. അതുകൊണ്ട് അമ്മ ചിരിഞ്ഞ കോവയ്ക്കാലങ്ങളെ കൊണ്ട് അതിൻ്റെ ചോട്ടിയിട്ടിട്ടുണ്ട്, വളമായിക്കോളും. ഇത് നമ്മുടെ വഴുതന തൈയൊക്കെ ഉണ്ടോ, നല്ല ആരോഗ്യത്തോടെ കയറി വരുന്നുണ്ട് കേട്ടോ. എത്ര എണ്ണം ഉണ്ടോ അമ്മ വഴുതന? ആണോ? ഇതേ ആനച്ചോടി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് ഈയിടെ ഇന്നലെ പോയപ്പോൾ നമ്മൾ പ്രിയയുടെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നാൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നട്ടുപിടിപ്പിക്കാം. മൂട് നട്ടാൽ മതി, ഇനി ഒരു 3-4 മൂടങ്ങ് നട്ടേക്കാം. നല്ലതാ. ഇപ്പം തന്നെ നടുവാണോ ഇഞ്ചി? പിന്നെ എന്താ നടാൻ പിന്നെ കടം വെച്ചേക്കണം. ആ അത് വേണ്ട, നല്ല മുളയായല്ലേ? ആ മുളയ്ക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ വർഷത്തെ ഇഞ്ചി, നല്ല നാടൻ ഇഞ്ചിയാ. കഴിഞ്ഞ വർഷത്തെ ഇഞ്ചിയല്ലേ, ഇത് തീരുമ്പോഴത്തേന് അടുപ്പായിക്കോളും. എല്ലാം കൂട്ടയ്ക്കകത്തിട്ട് വെച്ചേക്കുമായിരുന്നല്ലേ? കുറച്ച് ഒരുക്കാതെ വെച്ചാൽ മതി, ഒരുക്കിയാൽ പിന്നെ ഉണക്കും. ഒരുക്കാതെ ആകുമ്പം അല്ലെ പിന്നെ ഓരോ കൂടിലെ എടുത്ത് തീരുമ്പോൾ വേറെ കൂട് ഇതിനകത്ത് പറിച്ചാൽ മതി. ഓരോന്ന് ഇല പൊഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ നിർത്തിയാൽ മതി, തണ്ട് വീണ് കഴിഞ്ഞല്ലേ? അതിനകത്ത് തന്നെ പറഞ്ഞാൽ കുറേ കാലം നിൽക്കും. കണ്ടിട്ടുണ്ടോ ഇഞ്ചി കുഴിച്ച് വെക്കുന്നത്? ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നിറച്ച് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു കുടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടിയാലും മതി, അല്ലെ ഒരു കളത്തൂമ്പായിക്കൊന്ന് മാന്തിയാലും വന്നിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഇത് കണ്ടോ, ചുമ്മാ വെച്ചാൽ മതിയോ? ആ ഇതിങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ ശകലം മണ്ണ് ഇങ്ങനെയൊന്നും ഇട്ട് കൊടുത്താൽ മതി. ഇത് ആ 2 കഷ്ണം ഇഞ്ചിയെന്ന് ഒരു മൂട് പറിക്കാം അല്ലേ? അത് നിറച്ച് ഇഞ്ചി ഇഞ്ചി തന്നെയല്ലേ ചുമ്മാ ഇടുന്നേ? അല്ലല്ല, ഇഞ്ചി ഇങ്ങനെ മണ്ണിനകത്ത് ഇങ്ങനെ ഉണ്ടോ മുള വരുന്ന? മുളയുള്ളട ഇങ്ങനെ തിരിച്ചിങ്ങനെ വെക്കണം. ഇങ്ങനെ അല്ല, തിന്നുന്ന സാധനം തന്നെ അതിൻ്റെ അകത്തിട്ട് അത് വീണ്ടും വരും.
ഇത് കിളത്തിന് ഇത് ഒത്തിരി ആകും. ഈ കൂട് നിറച്ച് ഇഞ്ചി ഉണ്ടാകുകയല്ലേ. കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ച് കൂട് ഓർക്കുന്നുണ്ട്. ഇത് കണ്ടോ? ആ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ശകലം ഇട്ടാൽ മതി. ഇനി ഇതിന്റെ മണ്ട അതിനൊരു കാര്യം ഞാൻ കുഞ്ഞെ കൊണ്ട് 2-3 അങ്ങ് നടിയിപ്പിച്ച് നോക്കാം. പുല്ല് മാത്രമേ തിന്നുള്ളൂ, അല്ലാതെ പുല്ലും വെള്ളം ഇറക്ക കുഴിക്കകത്തോട്ട് ആ ഇങ്ങനെ വെച്ചാൽ പോയി. ഇങ്ങനെ പറിച്ചു വെക്കണം. ഇങ്ങനെ കണ്ടോ, അത് ഐശ്വര്യം. ഇത് മാത്രം വളരും. ആ അത് കൊള്ളാം. ഇത് ഇങ്ങനെ ഇത് കണ്ടോ, ഈ കൂട് നിറച്ചുണ്ടായിരിക്കും. ഓരോ കൂടയിലും പേര് എഴുതി വെക്കണം കേട്ടോ. ഇതിന്റെ മണ്ടയില് എന്നാ ബാക്കി വരുന്നതെല്ലാം ഓരോന്നിൻ്റെ അകത്തോട്ടും കൂടെ പോയി. അങ്ങനെ വെക്കണ്ട. ഒരു ബാഗിനകത്ത് 2 കഷ്ണം നട്ടാൽ മതി. ഇഷ്ടം പോലെ വരും. നട്ടാലും മതി. ഞാൻ പിന്നെ ഇത് കുറെ വെള്ളം വെച്ചതേ ഉള്ളൂ. ഇഞ്ചി എന്തായാലും ഇത്രസി ഒരു കഷ്ണം മതി. ഇഞ്ചി പണിക്കാർക്ക് 10 മണിക്കാ കാപ്പി. അങ്ങനെയാണ് ഞാൻ നാളെ 8 മണിക്ക് ഇറങ്ങുള്ളൂ. അത് മതി. അപ്പോ പുട്ടാന്ന് പറഞ്ഞിട്ടെന്നെ ഇപ്പൊ അപ്പോന്നോ 6 മണിക്ക് ഇറങ്ങുകയും ചെയ്യണം. 4 മണിക്കൂറല്ലേ പണിയുള്ളൂ. 10 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ എന്തായാലും 4 മണി വരെ ഒന്ന് പണിയണല്ലോ ഇനി. അതെ. ഇന്നലെ 4 മണി കഴിഞ്ഞ് എന്തായാലും ഒരു സന്ധ്യ വരെ പണിതു. അമ്മേ അപ്പോ ഒരു ദിവസം വന്നില്ലേലോ. ഗ്രീൻ ബീൻസ് കറി. കാപ്പി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കഴിച്ചോ. ഓടിവാ. എന്നാ സ്പെഷ്യല്? ചെറുപയറോ? ചെറുപയറ്, പുട്ട്, പപ്പടം, അപ്പം, ഗ്രീൻ ബീൻസ് കറി. ആ കൊള്ളാം. ഒരു പഴത്തിന്റെ കുറവുണ്ടോ? വേണ്ട, ഇത് മതി. ആണോ? എനിക്ക് പഞ്ചസാര ഇഷ്ടം. എനിക്ക് കടുങ്കാപ്പി പുട്ടും ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ വെറൈറ്റി ആണ്. തൽക്കാലം പയറ് കൂട്ടിയാണ് തിന്നാൻ. ഇന്ന് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.